ഇത് ഭയങ്കര യുണീക്കാണ് എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ സാധനം യമ്മിയാണ് കേട്ടോ. ബ്രെഡ് കൊണ്ടേ ഓരോ വെറൈറ്റി ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് എന്തായാലും ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. ഈ പിസിയും ബർഗറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്തായാലും ഇഷ്ടമാവും. കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ള സവാളയും പിന്നെ തക്കാളിൻ്റെ ഉള്ളിലുള്ള കുരു കളഞ്ഞതിന് ശേഷം അതിൻ്റെ തോട് കട്ട് ചെയ്തെടുത്താട്ടോ. പിന്നെ ക്യാപ്സിക്കാണ് വേണ്ടത്. ഞാൻ അതിന് പകരം ഇവിടെ ബിരിയാണി ചെടിമെന്ന് സ്ഥിരം പോലെ തന്നെ ഇല നുള്ളി കൊണ്ടുവരാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ 3 സാധനവും പിന്നെ നമ്മൾക്ക് വേണ്ടത് ബ്രെഡാണല്ലോ. ബ്രെഡിൻ്റെ നടുക്കത്തെ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. ഇന്ന് രാത്രിത്തേക്ക് ഡിന്നറൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പുറത്തൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ അതിന് വിശപ്പ് തുടങ്ങി. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്നവർക്ക് കൊടുക്കണമല്ലോ, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ സംഭവമാണ് കേട്ടത്. അങ്ങനെ ബ്രെഡ് കട്ട് ചെയ്യുമ്പം സൈഡത്തെ കട്ട് ചെയ്ത് പോകണ്ടെന്ന് കരുതിയിട്ടാണ് കത്രിക കൊണ്ട് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് കോഴിമുട്ട. ഞാനിവിടെ 2 കോഴിമുട്ടയാണ് ഇതിലേക്ക് പൊട്ടിച്ചെടുക്കുന്നത്. ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ പാന് ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ, അപ്പോൾ ഒരു മണത്തിന് ബട്ടർ തന്നെയാണല്ലോ നല്ലത്. ബട്ടറൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ല ആ ഒരു ബ്രെഡിൻ്റെ ഫ്രെയിം ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ കുഴിയിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള കോഴിമുട്ടത്തിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ വെജീസും പിന്നെ മൊസറല്ല ചീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ടൊന്ന് അറുപടാക്കിയുള്ളേ. പിന്നെ ചിക്കൻ പൊരിച്ചതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കട്ടോ, ഓപ്ഷനിലാണ്. അപ്പോൾ അതാ കയ്യിലുള്ള സാധനമൊക്കെ ജസ്റ്റ് ഇടുന്നതിലേക്ക് ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അതിനൊരു ചെറിയ പീസ് മാറ്റി വെച്ചില്ലേനോ, ആ പീസ് അതിലേക്ക് തന്നെ ഇട്ടിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ. അങ്ങനെ നല്ലോണം ആ ഭാഗം ഒന്ന് മുരിച്ചെടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പം സംഭവം കണ്ടാലും ഇപ്പോൾ ഇത് ബ്രെഡ് പോലെ തന്നെയാണ്, തിക്നെസ് കൂടിയിട്ടൊന്നുമില്ല. ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. നമ്മളൊരു ബർഗറും പിസ്സൊക്കെ കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. അല്ലാതെ ബ്രെഡ് പൊരിച്ചത് അങ്ങനത്തെ ആ ഒരു കാണാൻ അങ്ങനെ ഒരു ലുക്ക് ഉണ്ടെങ്കിലും കൂടിയിട്ട് കഴിക്കുമ്പോൾ എൻ്റെളി ഡിഫറെൻ്റ് തന്നെയാണ്. എപ്പോഴും പറയണം വിചാരിക്കും, നിങ്ങളെന്താ ആരും തന്നെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാത്തത്? നിങ്ങളെ ലൈക്കും കമൻസൊക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷമല്ലേ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ വേണം. ഇനി ബ്രെഡ് കൊണ്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ. സംഭവം നല്ല കിടും. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ വിലയേറെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കണ്ടാലോ.